ഹായ് എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രധാന വ്യവസായ സൈനിക സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന എവിടെയായിരുന്നു? അത് അഞ്ചുതെങ്ങിലാണ്. അപ്പോൾ കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാന വ്യവസായ സൈനിക സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്തിരുന്നു? അഞ്ചുതെങ്ങിൽ സ്ഥിതി ചെയ്യുന്നു. എല്ലാവർക്കും അഞ്ചുതെങ്ങ് കലാപമൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏഷ്യയിലെ ഏറ്റവും വലിയ സുഗന്ധ വ്യഞ്ജനത്തോട്ടം നിർമ്മിച്ചത് എവിടെയാണ്? അഞ്ചരക്കണ്ടിയിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏഷ്യയിലെ ഏറ്റവും വലിയ സുഗന്ധ വ്യഞ്ജനത്തോട്ടം നിർമ്മിച്ചത് എവിടെയാണ്? അത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ്? അത് കോഴിക്കോട് ജില്ലയിലെ ചാലിയം കോട്ടയാണ്. അപ്പോൾ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ്? അത് കോഴിക്കോട് ജില്ലയിലെ ചാലിയം കോട്ടയാണ്. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല ഏത് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു? തലശ്ശേരി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല ഏത് താലൂക്കിലാണ്? അത് തലശ്ശേരി താലൂക്കിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമായ കുറിച്യ കലാപം അടിച്ചമർത്തിയെന്നാണ്? 1812 മെയ് 8-നാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്ര കലാപമായ കുറിച്യർ കലാപം അടിച്ചമർത്തിയെന്നാണ്? 1812 മെയ് 8-ാം തീയതിയാണ്. രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ ഭാഗമായി 1802 തലയ്ക്കൽ ചന്തുവിൻ്റെ നേതൃത്വത്തിൽ തകർത്ത ബ്രിട്ടീഷ് കോട്ട അത് പനമരം കോട്ടയാണ്. അപ്പോൾ രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ ഭാഗമായിട്ട് 1802 തലയ്ക്കൽ ചന്തുവിൻ്റെ നേതൃത്വത്തിൽ തകർത്ത ബ്രിട്ടീഷ് കോട്ട ഏതാണ്? അത് പനമരം കോട്ടയാണ്. 2021 മൂന്നാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം 300-ാം വാർഷികമാണ്. 300 ഏതാണ്? അത് ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോൾ 2021 300-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം ഏതാണ്? അത് ആറ്റിങ്ങൽ കലാപമാണ്. കേരള ചരിത്രത്തിൽ പരന്ത്രീസ് ഭാഷ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഫ്രഞ്ച് ഭാഷയാണ്. അപ്പോൾ കേരളത്തിലെ പരന്ത്രീസ് ഭാഷ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഫ്രഞ്ച് ഭാഷയാണ്. 1812 കുറിച്യർ കലാപത്തിന് കാരണമായ നികുതി പരിഷ്കാരം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് ഹാർവേ ബാർബറാണ്. അപ്പോൾ നമ്മുടെ 1812 കുറിച്യർ കലാപത്തിന് കാരണമായ നികുതി പരിഷ്കാരം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? തോമസ് ബാർബറാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ട് പണ്ടകശാല സ്ഥാപിച്ച സ്ഥലം വിഴിഞ്ഞത്താണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് കേരളത്തിലെ പണ്ടകശാല സ്ഥാപിച്ച എവിടെയാണ്? അത് വിഴിഞ്ഞത്താണ്. മതപരിവർത്തന രംഗത്ത് കേരളത്തിൽ പോർച്ചുഗീസുകാർക്ക് തിരിച്ചടിയേറ്റ സംഭവം അത് കൂനൻകുരിശ് സത്യമാണ്. അപ്പോൾ മതപരിവർത്തന രംഗത്ത് കേരളത്തിൽ പോർച്ചുഗീസുകാർക്ക് തിരിച്ചടിയേറ്റ സംഭവം ഏതാണ്? അത് കൂനൻകുരിശ് സത്യമാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജയെന്നും കെട്ടിയോട്ട് രാജയെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി അത് പുരളിശമ്മൻ എന്ന് നമ്മൾ വിളിക്കുന്ന പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? പുരളിശമ്മൻ എന്നറിയപ്പെടുന്ന പഴശ്ശി രാജയാണ്. മരിച്ചീനി, പുകയില, കശുവണ്ടി, പപ്പായ, കൈതച്ചക്ക എന്നിവ ഇന്ത്യയിലേക്ക് സംഭാവന ചെയ്ത വിദേശികൾ അത് പോർച്ചുഗീസുകാരാണ്. അപ്പം മരിച്ചീനി, പുകയില, കശുവണ്ടി, പപ്പായ, കൈതച്ചക്ക എന്നിവ ഇന്ത്യക്ക് സംഭാവനയായിട്ട് കൊണ്ടുവന്നാരാണ്? അത് പോർച്ചുഗീസുകാരാണ്. കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ കേരളത്തിൽ ആദ്യത്തെ ആശുപത്രി സ്ഥാപിച്ച എവിടെയാണ്? അത് പള്ളിപ്പുറത്താണ്. അപ്പോൾ കുഷ്ഠരോഗികൾക്ക് ഡച്ചുകാർ കേരളത്തിൽ ആദ്യമായിട്ട് ആശുപത്രി സ്ഥാപിച്ച എവിടെയാണ്? അത് പള്ളിപ്പുറത്താണ്. കുംഭസാരം, ലേലം, ഫാക്ടറി, ജനൽ, വരാന്ത, മേസ്തിരി, അലമാര എന്നീ പദങ്ങൾ ഏത് വിദേശ ശക്തികളുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. കുംഭസാരം, ലേലം, ഫാക്ടറി, ജനൽ, വരാന്ത, മേസ്തിരി, അലമാര ഈ പദങ്ങൾ ഏത് വിദേശ ശക്തികളുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. വാസ്കോഡഗാമ അവസാനമായി ഇന്ത്യയിൽ വന്നത് 1524-ലാണ്. വാസ്കോഡഗാമ അവസാനമായിട്ട് ഇന്ത്യയിൽ വന്നതെന്നാണ്? 1524-ലാണ്. മാനുവൽ കോട്ട, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയുടെ സവിശേഷത അതെന്താണ്? അത് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ്. നമ്മൾ മാനുവൽ കോട്ടയെന്ന് പറയുന്ന, അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ടയെന്ന് പറയുന്ന, അല്ലെങ്കിൽ വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയുടെ സവിശേഷത എന്താണ്? അത് നമ്മുടെ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ്. കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? 1753 മാവേലിക്കര ഉടമ്പടിയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? അത് 1753 മാവേലിക്കര ഉടമ്പടിയാണ്. അപ്പോൾ 1753 മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ്. അപ്പോൾ 1753 മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ്.
ഹോർത്തൂസ് മലബാർക്കസ് എന്ന ഗ്രന്ഥരചനയിൽ അഡ്മിറൽ വാൻ റീഡിനെ സഹായിച്ച മലയാളി വൈദ്യൻ ഇ.ടി. അച്യുതനാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാർക്കസ് എന്ന ഗ്രന്ഥരചനയിൽ അഡ്മിറൽ വാൻ റീഡിനെ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്? ഇ.ടി. അച്യുതനാണ്. ഇരവിക്കോർത്തൻ ചേപ്പേട് എന്നറിയപ്പെട്ടിരുന്ന ശാസനം അത് വീരരാഘവ പട്ടയമാണ്. അപ്പോൾ ഇരവിക്കോർത്തൻ ചേപ്പേട് എന്നറിയപ്പെട്ടിരുന്ന ശാസനം ഏതാണ്? വീരരാഘവ പട്ടയമാണ്. കേരള ചരിത്രത്തിൽ പെരുംചെല്ലൂർ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം തളിപ്പറമ്പാണ്. അപ്പോൾ കേരളത്തിൽ പെരുംചെല്ലൂർ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? തളിപ്പറമ്പാണ്. ഉത്തര കേരളത്തിൽ പുഴുക്കയേറിയൽ എന്നറിയപ്പെട്ടിരുന്ന ഒരു ദുരാചാരം അത് പുലയപ്പേടിയാണ്. അപ്പോൾ നമ്മൾ മണ്ണാർപ്പേടി പുലയപ്പേടി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതിൽ നമ്മുടെ പുഴുക്കയേറിയൽ അറിയപ്പെടുന്ന ഒരു ദുരാചാരം ഏതാണ്? അത് പുലയപ്പേടിയാണ്. തിരുവിതാംകൂറിൽ ജന്മിത്വം അവസാനിപ്പിക്കുവാൻ മുൻകൈയെടുത്ത രാജാവ് അത് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇപ്പോൾ തിരുവിതാംകൂറിൽ ജന്മിത്വം അവസാനിപ്പിക്കുവാൻ മുൻകൈയെടുത്ത രാജാവാരാണ്? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ പാശ്ചാത്യ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്താണ്. അപ്പോൾ തിരുവിതാംകൂറിൽ പാശ്ചാത്യ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്താണ്. സർക്കാർ വസ്തുക്കളിൽ കുടിയാൻ സ്ഥിരാവകാശം ലഭിച്ച തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. അപ്പോൾ സർക്കാർ വസ്തുക്കളിൽ കുടിയാൻ സ്ഥിരാവകാശം ലഭിച്ച തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചതെന്നാണ്? 1865. 1869 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പണി പൂർത്തിയാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ്. അപ്പോൾ 1869 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പണി പൂർത്തിയാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവാരായിരുന്നു? ആയില്യം തിരുനാളാണ്. പാലക്കാട് ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന രാജവംശം ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? തരൂർ സ്വരൂപമാണ്. പാലക്കാട് ആസ്ഥാനമായിട്ട് ഭരിച്ചിരുന്ന രാജവംശം ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? തരൂർ സ്വരൂപം. മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് നമ്മുടെ അവസാനത്തെ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളാണ്. അപ്പോൾ മാർപ്പാപ്പയെ സന്ദർശിച്ച ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാരാണ്? അത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. 1925 നിലവിൽ വന്ന നായർ റെഗുലേഷനിലൂടെ തിരുവിതാംകൂറിൽ മക്കത്തായം നടപ്പിലാക്കിയ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായിയാണ്. 1925 നിലവിൽ വന്ന നായർ റെഗുലേഷനിലൂടെ തിരുവിതാംകൂറിൽ മക്കത്തായം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി സേതു ലക്ഷ്മി ഭായിയാണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർട്ട അതാണ് പണ്ടാരപ്പാട്ട വിളംബരമെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർട്ട ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരം. 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാളാണ്. 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാളാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതി ഭായിയാണ്. പ്രാചീന കേരളത്തിൽ ബലിത എന്നറിയപ്പെട്ടിരുന്ന വർക്കല നഗരത്തിൻ്റെ ശില്പി അയ്യപ്പൻ മാർത്താണ്ഡവർമ്മയാണ്, മാർത്താണ്ഡ പിള്ളയാണ്. അപ്പോൾ പ്രാചീന കേരളത്തിൽ ബലിത എന്നറിയപ്പെട്ടിരുന്ന വർക്കല നഗരത്തിൻ്റെ ശില്പി ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയാണ്. തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി വിക്രമാദിത്യ വരംഗുണനാണ്. അപ്പോൾ കേരളത്തിലെ അശോകൻ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ്? വിക്രമാദിത്യ വരംഗുണനാണ്. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയ പുറക്കാട് യുദ്ധം നടന്ന വർഷം 1746. അപ്പോൾ മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയ പുറക്കാട് യുദ്ധം നടന്ന വർഷം എന്നാണ്? 1746. 1938 രൂപം കൊണ്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ളയാണ്. അപ്പോൾ 1938 രൂപം കൊണ്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? പട്ടം താണുപിള്ള. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി അത് ശ്രീമൂലം തിരുനാളാണ്. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. തെക്കൻ തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വ്യക്തി റാണി സേതുലക്ഷ്മി ഭായിയാണ്. അപ്പോൾ തെക്കൻ തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ആരാണ്? റാണി സേതു ലക്ഷ്മി ഭായിയാണ്. മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമായിരുന്നു. എന്നാൽ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? മാവേലിക്കരയാണ്.
അപ്പോൾ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം ഏതാണ്? കൽക്കുളമാണ്. എന്നാൽ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? അത് മാവേലിക്കരയാണ്. കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച 1762 ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണ്. നമ്മുടെ കിഴവൻ രാജ എന്നൊക്കെ പറയുന്ന ധർമ്മരാജയാണ്. അപ്പോൾ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച 1762 ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ തിരുവിതാംകൂർ രാജാവാരാണ്? ധർമ്മരാജയാണ്. വേമ്പനാട്ടുകായലിൽ സ്ഥിതി ചെയ്യുന്ന പാതിരാമണൽ ദ്വീപിൻ്റെ പ്രാചീന നാമം അനന്തപത്മനാഭൻ തോപ്പാണ്. അപ്പോൾ വേമ്പനാട്ടുകായലിൽ സ്ഥിതി ചെയ്യുന്ന പാതിരാമണൽ ദ്വീപിൻ്റെ പ്രാചീന നാമം എന്താണ്? അനന്തപത്മനാഭൻ തോപ്പാണ്. റാണി സേതുലക്ഷ്മിഭായി പാലം ഏത് കായലിന് കുറുകയാണ്? അത് അഷ്ടമുടി കായലിന് കുറുകയാണ്. അപ്പോൾ റാണി സേതുലക്ഷ്മിഭായി പാലം ഏത് കായലിന് കുറുകയാണ്? അഷ്ടമുടി കായലിന് കുറുകയാണ്. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ച ദിവാൻ ആരാണ്? കേണൽ മൺറോയാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ച ദിവാൻ ആരാണ്? കേണൽ മൺറോയാണ്. നമ്മുടെ ചട്ടവരി ഓലകളൊക്കെ കേണൽ മൺറോ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ്. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരവളപ്പിലെ പഞ്ചവടി ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ശ്രീ ചിത്ര തിരുനാളിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്. അപ്പോൾ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരവളപ്പിലെ പഞ്ചവടി ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ശ്രീ ചിത്ര തിരുനാളിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്. 1695 പണി പൂർത്തിയാക്കിയ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ ജോൺ ബ്രാബോണാണ്. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. 1695 പണി പൂർത്തിയാക്കിയ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരനാരാണ്? അത് ജോൺ ബ്രാബോണാണ്. കേരളത്തിലെ ക്രൈസ്തവരെ റോമൻ സഭയുടെ കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസുകാർ സംഘടിപ്പിച്ച ശ്രദ്ധേയമായ പരിപാടി അതാണ് 1599 ഉദയംപേരൂർ സുന്നഹദോസ്. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവരെ റോമൻ സഭയുടെ കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസുകാർ സംഘടിപ്പിച്ച ശ്രദ്ധേയമായ പരിപാടി ഏതാണ്? 1599 ഉദയംപേരൂർ സുന്നഹദോസാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് അത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി പൊയ്കയിൽ യോഹന്നാനാണ്. ഇപ്പോൾ ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. മലബാർ ഗോഖലെ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി മങ്കട കൃഷ്ണവർമ്മ രാജയാണ്. അപ്പോൾ മലബാർ ഗോഖലെ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? മങ്കട കൃഷ്ണവർമ്മ രാജയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറഞ്ഞത്.